പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ കേവലം പ്രാദേശികമായ ഒരു തർക്കത്തിനപ്പുറം ആഗോള ശക്തികളുടെ നേരിട്ടുള്ള പോരാട്ടമായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകമിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തുടർച്ചയായ രാത്രികളിൽ US വ്യോമാക്രമണങ്ങളും അതിന് ഇറാൻ നൽകുന്ന ശക്തമായ പ്രത്യാക്രമണങ്ങളും മേഖലയെ പൂർണ്ണമായും അശാന്തമാക്കിയിരിക്കുന്നു. ഈ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയുടെ അത്യാധുനിക പറക്കും കമാൻഡ് പോസ്റ്റ് ടെഹ്റാനിൽ പറന്നിറങ്ങിയിരിക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ റഷ്യ നേരിട്ട് പങ്കാളിയാകുന്നു എന്ന ശക്തമായ സൂചനയാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത്. കേവലം സൈനിക നീക്കങ്ങളിൽ ഒതുങ്ങാതെ ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണവിലയെയും സ്വർണ്ണ വിപണിയെയും ഈ യുദ്ധം എങ്ങനെ ബാധിക്കുന്നു എന്നത് ആശങ്കാജനകമായ വസ്തുതയാണ്. ഇതുവരെ ഇറാന് പരോക്ഷ പിന്തുണ മാത്രം നൽകിയിരുന്ന മോസ്കോ തങ്ങളുടെ ഏറ്റവും സുരക്ഷിതവും അത്യാധുനികവുമായ ടൂപോളേറ്റീവ് Tu-214PU വിമാനം ടെഹ്റാനിലേക്ക് അയച്ചതിലൂടെ തങ്ങളുടെ നിലപാട് പരസ്യമാക്കിയിരിക്കുകയാണ്. ആണവാക്രമണം പോലെയുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും ശത്രുക്കളുടെ റഡാറുകളുടെയും ഭീഷണികളെയും മറികടന്ന് ആകാശത്തിരുന്നുകൊണ്ട് സൈന്യത്തെയും രാജ്യത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഈ വിമാനത്തിലുണ്ട്. റഷ്യൻ ഭാഷയിൽ കൺട്രോൾ പോയിന്റ് എന്നറിയപ്പെടുന്ന ഈ വിമാനം റഷ്യൻ പ്രസിഡന്റിന്റെ സ്പെഷ്യൽ ഫ്ലൈറ്റ് സ്ക്വാഡ്രനാണ് നിയന്ത്രിക്കുന്നത്. ഇറാന്റെ ബുഷഹർ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണം ഗുരുതരമാകുമെന്ന റഷ്യയുടെ മുന്നറിയിപ്പ് വെറുമൊരു പോർവിളിയല്ലെന്ന് ഈ വിമാനത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല സൈനിക സാങ്കേതിക സഹകരണത്തിന്റെയും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നീക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്കുള്ള റഷ്യയുടെ മറുപടിയായും ഈ നീക്കത്തെ കാണാം. പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകളിൽ നിന്നും അവയിലെ ചരക്കിന്റെ മൊത്തം മൂല്യത്തിന്റെ 20% ഫീസായി ഈടാക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അമേരിക്കയെ ഈ മേഖലയുടെ കാവൽക്കാരായി പ്രഖ്യാപിച്ച ട്രംപ് മറ്റ് സമ്പന്ന രാജ്യങ്ങൾ സുരക്ഷയ്ക്കായി പണം നൽകണമെന്ന നിലപാടിലാണ്. എന്നാൽ രാജ്യാന്തര കപ്പൽപാതകളിൽ ഇത്തരത്തിൽ പണം പിരിക്കുന്നത് യാതൊരുവിധ നിയമ സാധുതയുമില്ലെന്ന് UN കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഈ നീക്കത്തെ പരിഹസിച്ചുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി രംഗത്തെത്തി. ഹോർമൂസിന്റെ ഒരേയൊരു ഗാർഡിയൻ ഇറാനാണെന്നും ട്രംപ് പറഞ്ഞതുപോലെ സുരക്ഷാ ഫീസ് ഈടാക്കാൻ ഇറാൻ തയ്യാറാണെന്നും എന്നാൽ അത് വളരെ കുറഞ്ഞ തുകയായിരിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. യുദ്ധം കടലിലേക്ക് വ്യാപിച്ചതോടെ അതിന്റെ ആഘാതം നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരായ ജീവനക്കാരെയാണ്. ഒമാന്റെ സമുദ്രപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന UAE പതാകയുള്ള മംബാസ, അൽ ബാഹിയ എന്നീ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇതിനടിവരയിടുന്നു. ഈ ആക്രമണത്തിൽ കപ്പലിലെ ജീവനക്കാരനായ ഒരു ഇന്ത്യൻ സ്വദേശി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് എന്നത് പ്രവാസി സമൂഹത്തിൽ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നായ ഇവിടെ സുരക്ഷ ഇല്ലാതാകുന്നത് ആഗോള വ്യാപാരത്തെയും ഇന്ത്യൻ നാവികരുടെ സുരക്ഷിതത്വത്തെയും ഒരുപോലെ ബാധിക്കുന്നു. US സെൻട്രൽ കമാൻഡ് ഇറാന്റെ തന്ത്രപ്രധാനമായ റഡാർ കേന്ദ്രങ്ങളും ആയുധ സംഭരണികളും തകർത്തപ്പോൾ കുവൈറ്റിലെയും ജോർദാനിലെയും US താവളങ്ങൾക്ക് നേരെ ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ ഇറാനും സാധിച്ചു. പശ്ചിമേഷ്യയിലെ ചെറിയൊരു ചലനം പോലും ആഗോള വിപണിയിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ക്രൂഡ് ഓയിൽ വിലയിൽ സമീപകാലത്തെ ഏറ്റവും വലിയ കുതിപ്പിനാണ് കാരണമായിരിക്കുന്നത്. US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ്, ബ്രന്റ് ക്രൂഡ് എന്നിവയുടെ വില ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ തോതിലാണ് ഉയർന്നത്. ഇത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ മുന്നേറ്റമായാണ് കണക്കാക്കപ്പെടുന്നത്. എണ്ണവില കുതിച്ചുയരുന്നതോടെ ആഗോളതലത്തിൽ പണപ്പെരുപ്പം വീണ്ടും വർദ്ധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ വിലവർദ്ധനവിന് ഇത് കാരണമായേക്കാം. കേന്ദ്ര ബാങ്കുകൾ അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടാൻ നിർബന്ധിതരാകുന്നതോടെ സാധാരണക്കാരുടെ ജീവിത ചെലവ് ഇനിയും ഉയരും. ഇതേ തുടർന്ന് ആഗോള ഓഹരി വിപണികളിലും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോളറിന്റെ മൂല്യത്തിലുള്ള വ്യതിയാനങ്ങളും സ്വർണ്ണവിലയിലെ അസ്ഥിരതയും നിക്ഷേപകരെ കടുത്ത ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ യുദ്ധമുഖം വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ഭദ്രതയെയും രാഷ്ട്രീയ സന്തുലിതാവസ്ഥയെയും തകിടം മറിക്കാൻ പോകുന്ന ഒരു മഹാവിപത്താണ്. വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകളുമായി അമേരിക്കയും ഇറാനും മുന്നോട്ട് പോകുമ്പോൾ റഷ്യയുടെ നേരിട്ടുള്ള സൈനിക ഇടപെടലുകൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ അത് ലോകത്തെ മറ്റൊരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും ആഗോള യുദ്ധത്തിലേക്കും നയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടലുകൾ മാത്രമാണ് ഇനി ഈ ആഗോള ദുരന്തം ഒഴിവാക്കാനുള്ള ഏക പോംവഴി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.